നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. മോഹൻലാലിന്റെ പ്രസിദ്ധമായ ഈ സിനിമാ ഡയലോഗ് കടമെടുത്തുകൊണ്ട് സർക്കാരിനും മന്ത്രി സജി ചെറിയാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കത്തോലിക്ക സഭയാണ്. സഭയുടെ മുഖപത്രമായ ദീപികയുടെ ഇന്നത്തെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് വിഷപ്പുകയും വിവരക്കേടും എന്നതാണ്. ആലപ്പുഴയിലെ CPMന്റെ വനിതാ MLA യു പ്രതിഭയുടെ മകൻ കഞ്ചാവുമായി അറസ്റ്റിലായപ്പോൾ അയാളെ ന്യായീകരിച്ചുകൊണ്ടും അയാൾക്കെതിരെ നടപടിയെടുത്ത എക്സൈസിനെ വിമർശിച്ചുകൊണ്ടും സജി ചെറിയാൻ രംഗത്തെത്തിയതാണ് സഭയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ വിമർശനങ്ങളിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. കുട്ടികളല്ലേ, അവർ ചിലപ്പോൾ കമ്പനി കൂടും, പുകവലിക്കും എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആപൽക്കരമായ ഒരു പ്രവണതയെ മന്ത്രി സാമാന്യവൽക്കരിക്കുകയാണ് എന്ന കുറ്റപ്പെടുത്തൽ ഈ മുഖപ്രസംഗത്തിൽ ദീപിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇത്തരം കൊച്ചുകുട്ടികൾ തങ്ങളുടെ ആയുസ്സിനും തങ്ങളുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിനും ഭീഷണിയാകുമ്പോൾ മന്ത്രിയുടെ വാക്കുകൾ വമിപ്പിക്കുന്നത് വിഷപ്പുകയാണെന്ന രൂക്ഷ വിമർശനവും ദീപിക ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കൊല്ലം സ്വദേശിയായ റിട്ടയർ ചെയ്യാൻ 5 മാസം മാത്രം കാലാവധിയുള്ള എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥലം മാറ്റമാണ്. അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റുമ്പോൾ അത് ആലപ്പുഴയുടെ തെക്കൻ മേഖലയിൽ നടക്കുന്ന ചില ബിനാമി കള്ളുഷാപ്പുകളിലെ അവരുടെ വ്യാജ സ്പിരിറ്റ് ഇടപാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന രൂക്ഷ വിമർശനവും അഴിമതി ആരോപണവും ഈ ലേഖനത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വസാഹിത്യകാരനായ MTയുടെ പുകവലിയുമായി കുട്ടികളുടെ കഞ്ചാവ് ഉപയോഗത്തെ മന്ത്രി താരതമ്യം ചെയ്യുന്നതിനെയും ഈ ലേഖനം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. MT ആദരിക്കപ്പെട്ടത്, ബഹുമാനിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ പേരിലാണെന്നും മന്ത്രിയുടെ വിവരക്കേടാണ് ഈ വാക്കുകൾ എന്നുമാണ് ലേഖനം വിമർശിക്കുന്നത്. ലഹരിയുടെ കാര്യത്തിലെങ്കിലും മതവും രാഷ്ട്രീയവും കലർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഏതാനും നാളുകളായി സർക്കാരിനെതിരെ കടുത്ത നിലപാടുകളാണ് കത്തോലിക്ക സഭ സ്വീകരിക്കുന്നത്. അത് മുനമ്പം ഭൂമി വിഷയത്തിന്റെ പേരിലാണെങ്കിലും വനനിയമ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിലും വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഈ സജി ചെറിയാന്റെ ന്യായീകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും സഭ തങ്ങളുടെ വിമർശനത്തിന്റെ കടുപ്പം കൂട്ടിക്കൂട്ടി വരികയാണ്. NSSനും SNDPക്കും പിന്നാലെ കത്തോലിക്ക സഭ കൂടി വിമർശനമുയർത്തിയതോടുകൂടി പിണറായി വിജയൻ സർക്കാരിന്റെ അന്ത്യനാളുകൾ കുറിക്കപ്പെട്ടു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും പിണറായി വിജയന്റെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നതിന് സജി ചെറിയാന്റെ വിവരക്കേട് കൂടി ഇവിടെ സഹായകരമായി തീർന്നിരിക്കുകയാണ്. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.